വാർത്തകളിലേക്ക് വിശദമായി പോകാം. അതിനു മുമ്പ് റിപ്പോർട്ടേഴ്സ് വ്യൂ എന്ന സെഗ്മെന്റിൽ നമ്മുടെ രണ്ട് റിപ്പോർട്ടർമാർ ചേരുകയാണ്. എം ബിജുശങ്കർ, ഉമർ മായനാട്. രണ്ടുപേർക്കും സ്വാഗതം. ബിജു, അപ്പോൾ നമ്മളിന്ന് 13ാമത്തെ സ്വീകരണ കേന്ദ്രത്തിലാണുള്ളത്. അക്ഷരനഗരിയാണ്. ഓരോ ജില്ലയിലെയും പോലെ തന്നെ ഇവിടെയും പ്രധാനപ്പെട്ട കുറേ നിർദ്ദേശങ്ങൾ കേരള മുസ്ലിം ജമാഅത്ത് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതൊന്ന് പറയാമോ? തീർച്ചയായും നമ്മൾ ഓരോ ജില്ലയിലും കൃത്യമായ അവിടുത്തെ വികസന പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പൗരപ്രമുഖരുമായിട്ട് നടത്തുന്ന സ്നേഹവിരുന്നുകളിൽ അത്തരം നിർദ്ദേശങ്ങൾ കടന്നു വരുന്നുണ്ട്. ആ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തുക എന്നുള്ളത് ഒരു റൂട്ടീനായിട്ട് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ട്. ഇന്നിവിടെ പ്രധാനപ്പെട്ട ഉയർന്നുകൊണ്ടിരുന്ന നിർദ്ദേശങ്ങൾ ശബരി ഒരു വിമാനത്താവളം എന്നുള്ള ഒരു ചർച്ച വളരെ കാലമായി നടക്കുന്നതാണ്. എരുമേലി കേന്ദ്രീകരിച്ചുകൊണ്ട് ശബരിമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു വിമാനത്താവളം, അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ കാലമായിട്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നതാണ്. ആ പദ്ധതി വളരെ സജീവമായി കൊണ്ടുവരണമെന്നും യാഥാർത്ഥ്യമാക്കണമെന്നുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശം ഇന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷൻ വളരെ പ്രധാനപ്പെട്ട, കോട്ടയത്തുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ പ്രധാനപ്പെട്ട ട്രെയിനുകൾക്ക് സ്റ്റോപ്പില്ലാത്തൊരു വിഷയമുണ്ട്. അത് നേരത്തെ ജി ബാലകൃഷ്ണൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കാലത്ത് അദ്ദേഹം കൊണ്ടുവന്ന ഒരു ട്രെയിൻ മാത്രമാണ് പ്രധാനപ്പെട്ട ട്രെയിൻ അവിടെ നിർത്തുന്നത്. അപ്പോൾ അതിന് ഒക്കെ മറികടന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനപ്പെട്ട ട്രെയിനുകൾക്ക് സ്റ്റേഷൻ അനുവദിക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം കൂടെ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ സമ്മേളനത്തിൽ ഇന്നത്തെ സമ്മേളനത്തിൽ മറ്റു പല കാര്യങ്ങളും ചർച്ചയായിട്ടുണ്ട്. ഇപ്പം ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ വന്നു. ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ വളരെ അറിവും വിവേകവും എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉസ്താദ് പറഞ്ഞു. അറിവുണ്ടായതുകൊണ്ട് വിവേകം ഉണ്ടാവണമെന്നില്ല. അറിവും വിവേകവും ഇല്ലാത്തൊരു സമൂഹമായിട്ട്, അറിവുണ്ടാവുക അതേസമയം വിവേകമില്ലാതിരിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ കേരളീയ സമൂഹം മാറുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്ക അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് പല കാര്യങ്ങളും, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉപയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വന്നിട്ടുള്ള ഈ അറിവുള്ള സമൂഹമാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ അറിവിനെ വിവേകപൂർണമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ അറിവിനെ കുറിച്ചുള്ള വലിയ ഇൽമു എന്ന് പറയുന്ന വിഷയം വലിയ ചർച്ചയായിട്ടുണ്ട്. ബിജു, നമ്മളെ ടെർമിനോളജി പഠിച്ചെടുത്തു. എനിക്ക് വളരെ വിശാലമായ അർത്ഥത്തിലാണ് തോന്നി. കാരണം ഇന്ന് പ്രസംഗിച്ച പേരോട് ഉസ്താദും ഇൽമിനെ കുറിച്ച് തന്നെ പറയുന്നു. കാരണം ഇൽമ്, രണ്ട് ദാഹം മനുഷ്യന് കെടുത്താൻ കഴിയില്ല. ഒന്ന് ഇൽമിനെ കുറിച്ചുള്ള ദാഹം, ഒന്ന് സമ്പത്തിനെ കുറിച്ചുള്ള ദാഹം. അപ്പോൾ ഇൽമിന്റെ ദാഹം കെടാതെ സൂക്ഷിക്കുക, അപ്പോൾ അതെങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള ഒരു വലിയ ആഹ്വാനം ഇന്നത്തെ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കാന്തൂർ ഉസ്താദിന്റെ പ്രസംഗത്തിൽ വന്നിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന് ഇതിന്റെ തടാകങ്ങളുടെ കായലുകളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണല്ലോ. അപ്പോൾ കായലുകളുടെ സംരക്ഷണത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങൾ എങ്ങനെ സംരക്ഷിക്കണം, അത്രയും പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന, അത് മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ ഒരു സംഭവമാണല്ലോ കായലുകളുടെ സംരക്ഷണം. അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം, ഇത്തരം കാര്യങ്ങളൊക്കെ ഉസ്താദിന്റെ പ്രസംഗത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പിന്നെ അതിന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്നത്തെ വിഷയം ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ നമ്മുടെ ഈ ഓരോ പ്രസംഗത്തിലും കാണുന്നത്. അത് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഞാൻ ബിജിലേക്ക് വീണ്ടും വരാം. ഉമറിനോട് കൂടി കുറച്ച് കാര്യം. ഇപ്പോൾ ഉമറെ, ഇതിപ്പോൾ നമ്മുടെ സമ്മേളനം ഇന്ന് 13ാമത്തെ ദിവസത്തിൽ നിൽക്കുകയാണ് കേരള യാത്ര. കഴിഞ്ഞ 2 കേരള യാത്രയിൽ നിന്ന് വ്യത്യസ്തമായി കുറേയും കൂടി അപ്ഡേറ്റഡ് ആണ് ഇത്തവണ കേരള യാത്ര. പ്രത്യേകിച്ച് കേരള യാത്രയുടെ സംഘാടനത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വളരെ മികച്ച സംഘാടനമാണ്. എല്ലായിടത്തും പോകുമ്പോൾ ഒരേ രീതിയിലുള്ള സ്റ്റേജുകളും അവതരണങ്ങളും എല്ലാത്തിനും ഒരേ ഒരു പാറ്റേൺ ഉണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഉമർ, ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് നമ്മൾ പല സ്റ്റേജുകളിലും വരുന്ന അതിഥികളൊക്കെ ഈ ഒരു സംഘാടനത്തെ പറ്റിയും ഈ ഒരു രീതിയെ പറ്റിയൊക്കെ പരാമർശിക്കപ്പെടുന്നത് നമ്മൾ കേൾക്കുക. ഇന്ന് നമ്മളത് കുറച്ചുകൂടെ ആഴത്തിൽ അതിനെപ്പറ്റി ഒന്ന് പഠിക്കാൻ തയ്യാറായി. അപ്പോഴാണ് മനസ്സിലായത് ഇത് ഒരു വർഷങ്ങളോളം എടുത്ത ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമാണ് ഈ ഒരു കേരള യാത്ര. അപ്പോൾ ഇപ്പൊ 2-3 വർഷം മുമ്പ് സംസ്ഥയുടെ സെന്റിനറിയുടെ ഭാഗമായിട്ട് കർമ്മസമായികം എന്ന പദ്ധതി പ്രഖ്യാപിച്ചു. അത് കേരള മുസ്ലിം ജമാഅത്ത് SVS ഫസ്റ്റ് ഘട്ടത്തിൽ SSFനായിരുന്നു. അത് അടുത്ത വർഷം SVS, ഈ വർഷം മുസ്ലിം ജമാഅത്ത്. ആ മുസ്ലിം ജമാഅത്തിന്റെ കർമ്മസമായികം പദ്ധതിയുടെ സമാപനം കൂടിയാണ് ഈ ഒരു കേരള യാത്ര. ഇതില്ലേ നമുക്കറിയാം, നമ്മുടെ ഈ യാത്രയിൽ തന്നെ 1-3 വാഹനങ്ങൾ, എല്ലാ വാഹനങ്ങൾക്കും സീരിയൽ നമ്പർ ഇട്ടിട്ടുണ്ട്. ഈ 1-3 വാഹനങ്ങളിൽ ശരിക്കും അതിന്റെ ഒരു ഈ യാത്രയുടെ കണ്ണും കാതും ശരിക്കും ഈ 2 വാഹനങ്ങളിലുള്ള ആളുകളാണ്. അവരാണ് യാത്രയുടെ റിമോട്ട് ഈ കൺട്രോൾ ചെയ്യുന്ന ആളുകൾ.
അതിൽ രണ്ട് വിട്ടുപോയത് എന്താ? 1, 3 ആയത് അങ്ങനെയാണ്. 1, 3 വാഹനങ്ങളിലെ ഒരു 9 പേരാണ് ശരിക്കും. അതിൽ 9-ൽ ഒരാള് ഇവിടെ യാത്രയിലില്ല. അയാള് ശരിക്കും അവിടെ നിന്നുള്ള കൺട്രോളിങ് കാര്യങ്ങൾ എല്ലാവരും പേരുകളോട് പറയാനുള്ള സമയം ഇപ്പൊ ഇല്ലല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള ശരിക്കുള്ള ഒരു ആസൂത്രണമാണ് ശരിക്കും ഈ യാത്രയുടെ വിജയം. ഇനി പറയുകയാണെങ്കിൽ ഈ 1ഉം 2ഉം കേരള യാത്രയുടെ അതിന് ശരിക്കും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച ആളുകൾ തന്നെയാണ് ഈ യാത്ര. അത്രയും വലിയൊരു അനുഭവ പരിചയം ഇതിനകത്തുണ്ട്. എല്ലാ ദിവസവും ഇവര് അവലോകന യോഗങ്ങൾ ചേരാറുണ്ട്. ഇന്നും ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ ഡിഫക്റ്റുകളൊക്കെ വിലയിരുത്തി ഓരോ ദിവസത്തെയും പാളിച്ചകളും നേട്ടങ്ങളും വിലയിരുത്തിക്കൊണ്ടാണ് അടുത്ത ദിവസത്തേക്ക് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം ഈ യാത്രയിൽ നമ്മൾ എല്ലായിടത്തും ശ്രദ്ധിച്ച പോലെ ഒരേ രീതിയിലാണ് എല്ലായിടത്തും സ്വീകരണങ്ങളും പരിപാടികളൊക്കെ ഒരേ രീതിയിലാണ് സംവിധാനിച്ചിട്ടുള്ളത്. അതൊക്കെ കേരളത്തിലുടനീളം ഈ ഒരു ഒരേ രീതിയിലുള്ള ഒരു പാറ്റേൺ കൊണ്ടുവരിക എന്ന് പറയുന്നത് അതൊരു വലിയ ശ്രമകരമായ കാര്യം തന്നെയാണ്. ഓരോ നമ്മൾ നേരത്തെ തന്നെ ഈ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോ സ്ഥലത്തെയും ആവശ്യമായിട്ടുള്ള പദ്ധതികളും അവിടുത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ആവശ്യങ്ങളും പ്രമേയങ്ങളും ഒക്കെയാണ് കൊണ്ടുവരുന്നത്. അതിൽ പലതും പിന്നെ ഇപ്പോ നമ്മളെ ജില്ലയുടെ പുനഃക്രമീകരണം പോലത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോ ഇവിടുത്തെ രാഷ്ട്രീയ മണ്ഡലങ്ങൾ വരെ വലിയ ചർച്ചാ വിഷയമായിട്ട് ഇന്നിപ്പോ നമ്മള് ഈ പ്രധാനപ്പെട്ട നിങ്ങൾ ഈ പറഞ്ഞ ടീമിലുള്ള പ്രധാനപ്പെട്ട 3 പേരുടെ ഇന്റർവ്യൂ ഇന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മജീദ് കക്കാട് സാറ്, അപ്പോൾ തന്നെ അലി അബ്ദുള്ള സാറ്, പറവൂർ മാഷി, 3 ആളുകളുടെ ഇന്റർവ്യൂ നമ്മൾ ഇന്ന് കൊടുത്തിട്ടുണ്ട്. അതിനകത്തും അവർ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ അപ്പോൾ കേരള യാത്രയിലെ ഓരോ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, എങ്ങനെയാണ് ആ വിഷയങ്ങൾ ചർച്ചയാവുന്ന രീതി, ഇതൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഒരു വെൽ സ്റ്റഡീഡ് ആൻഡ് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഇത് എന്നുള്ളത് തന്നെയാണ്. അത് പെട്ടെന്നുണ്ടാക്കിയോ തട്ടിക്കൂട്ടിയ ഒരു പരിപാടി അല്ല എന്ന് നമുക്ക് ഞാൻ ഇതിനെ പറ്റി പഠിച്ചപ്പോൾ മനസ്സിലായി. ബിജു നേരത്തെ എന്തോ ഒരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത് വളരെ ആഹ്ലാദകരവും ആവേശഭരിതവുമായി തോന്നാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ബുഖാരി തങ്ങളുടെ പ്രസംഗമാണ്. ഏറ്റവും പുതിയ കാര്യമാണ് അദ്ദേഹത്തിന്റെ എല്ലാ ദിവസത്തെ പ്രസംഗത്തിലും നടന്നു വരുന്നത്. ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ജയിൽ തടവുകാരുടെ ശമ്പളം വർദ്ധിപ്പിച്ച ഒരു വിഷയമുണ്ട്. അത് പല അഭിപ്രായങ്ങളുണ്ട്. ആൾക്കാർ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അതിനെ വിശകലനം ചെയ്യുന്നുണ്ട് ഇന്നത്തെ പ്രസംഗത്തിൽ. അദ്ദേഹം പറയുന്നത് അലക്സാണ്ടർ ജേക്കബ് കേരളത്തിലെ ജയിൽ IG ആയിരുന്ന കാലത്താണ് ജയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത്. അദ്ദേഹം അതിന് പറയുന്നത് ഒരു മോതിരം കട്ട് ഒരാൾ ജയിലിൽ വന്നാൽ അയാൾ പിന്നീട് പിടിക്കപ്പെടുമ്പോൾ അയാൾ ബാങ്ക് കവർച്ചക്കാരനായിട്ടാണ് പിടിക്കപ്പെടുന്നത്. കാരണം ഇത് എങ്ങനെ സാധിച്ചു എന്ന് പറയുമ്പോൾ അയാൾ ജയിലിൽ വെച്ച് എനിക്ക് ഇതിനുള്ള പരിശീലനം കിട്ടി എന്നാണ്. വലിയ നടപടികളുടെ കൂടെ പോയി ചെറിയ നടപടി വലിയ കുറ്റക്കാരനായി മാറുകയാണ്. ജയില് കുറ്റവാളികളെ കൂടുതൽ കുറ്റവാളികളാക്കി മാറ്റുന്ന ഇടങ്ങളായിരുന്നു. പകരം ജയിലുകൾ തടവ് പുള്ളികളുടെ കറക്ഷൻ സെന്ററുകളായി മാറുക എന്നുള്ള വളരെ ശാസ്ത്രീയമായ ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അലക്സാണ്ടർ ജേക്കബ് ഈ പരിഷ്കാരങ്ങൾ. ജയിലിൽ ചപ്പാത്തി നിർമ്മിക്കുക, അതിന്റെ വരുമാനം തടവുപുള്ളികൾ കൊടുക്കുക എന്നൊക്കെ വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. അപ്പം അത് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നത്, അദ്ദേഹം ഏതെങ്കിലും മുസ്ലിം സമ്മേളനത്തിലല്ല പറഞ്ഞത്, ഒരു അഭിമുഖത്തിലാണ് പറഞ്ഞത്. waytonikah.com, the exclusive Muslim matrimonial site.